സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ മലയാളം പഠിക്കാൻ അവസരമുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ സാധാരണ ചോദിക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ്. ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിക്കകത്താണ് അടുത്താണ് ഞങ്ങളുള്ളത്. ലൈബ്രറിയിൽ നിന്നും ഞങ്ങളൊരു സുഹൃത്തിനെ കണ്ടെത്തുന്നു. അദ്ദേഹം ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ മലയാളം പഠിക്കുകയാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ. മാത്രവുമല്ല, ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങളുടെ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നു. അത്യാധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഒരു ലൈബ്രറിയുടെ അകത്താണ് കേട്ടോ ഉള്ളത്. പുസ്തകങ്ങൾ എടുക്കുന്നതിനും മറ്റും ഇവിടെ വിവിധങ്ങളായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കൊട്ടാര സമാനമായ ഈ ലൈബ്രറിയിൽ അകത്തു നിന്നാണ് ഞാൻ സിറാജുമായിട്ട് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മൗലാന ആസാദ് ലൈബ്രറിയിലാണ്. ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു ലൈബ്രറിയാണ്. 24 hours അല്ലേ, അങ്ങനല്ലേ? 2 മണി വരെ നൈറ്റ് 8 മണി മുതൽ 2 മണി വരെ ഈ ലൈബ്രറി പ്രവർത്തിക്കും. ഒത്തിരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി റീഡിംഗ് റൂം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മീൻസ് ലൈബ്രറിയെ കുറിച്ച് പറയാൻ. എൻ്റെ പേര് മുഹമ്മദ് സിറാജുൽ ഹസൻ. ഞാനിവിടെ MA മലയാളം സെക്കൻഡ് ഇയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 8 മണി മുതൽ 2 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പല സമയത്തും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമിൻ്റെ സമയങ്ങളിൽ, നെറ്റ് എക്സാമിൻ്റെ സമയങ്ങളിൽ, ആ സമയത്തൊക്കെ ഇപ്പോൾ ഇവിടെ അധികം വിദ്യാർത്ഥികളും രാവിലെ എഴുന്നേറ്റ് എല്ലാ പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇവിടെ വരുന്നത്, ശേഷം ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്, 10 മണി 9 മണി ആവാൻ നേരത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു, വീണ്ടും വരുന്നു, വീണ്ടും പോകുന്നു, വീണ്ടും വരുന്നു. അങ്ങനെ ഇത് ശരിക്കും റെസിഡൻഷ്യൽ ക്യാമ്പസ് പോലെ തന്നെ റെസിഡൻഷ്യൽ ലൈബ്രറി എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 2 മണി വരെ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഈ JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ തന്നെ സിവിൽ സർവീസിന് വേണ്ടി, UPSC എക്സാമുകൾക്ക് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള സിസ്റ്റം, ഈ ഒരു കാറ്റലോഗുകൾ ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഒരുപാട് ഈ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്നുള്ള ഒരു പേര് നമ്മുടെ ഈ ഒരു ലൈബ്രറിക്ക് ഉണ്ട്. അതുപോലെ ഇവരുടെ ഏകദേശം 8 നിലയിലോളം പുസ്തകങ്ങൾ മാത്രം, 8 നില പുസ്തകങ്ങൾ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നു. പിന്നെ ഇവിടെ താഴ്ഭാഗത്ത് ഈ നോർമൽ റീഡിംഗ് ഹാള്, ഇതിലൂടെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ന്യൂസ് പേപ്പർ സെക്ഷൻ. തികച്ചും ആധുനികവൽക്കരിച്ചിരിക്കുന്ന ഈ ലൈബ്രറിയുടെ 8 നിലകളിലായിട്ടുള്ള പുസ്തക ശേഖരണങ്ങളിൽ ഞങ്ങളൊന്ന് ഡിജിറ്റലൈസ് ചെക്കിംഗ് നടത്തി. നൊബേൽ പ്രൈസ് നേടിയ ഗ്രന്ഥങ്ങളടക്കം ഇവിടെ ഒത്തിരി മാനുസ്ക്രിപ്റ്റ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും.